ലെബനനിലെ ഫലസ്തീൻ സായുധ ഗ്രൂപ്പുകളെ നിരായുധീകരിക്കാൻ സർക്കാർ പദ്ധതിയിടുന്നതായി കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. രാജ്യത്തെ എല്ലാ സായുധ സംഘങ്ങളെയും ഭരണകൂട നിയന്ത്രണത്തിലാക്കുന്നതിനുള്ള പദ്ധതിയുടെ ഭാഗമാണെന്നാണ് വിവരം. പതിറ്റാണ്ടുകളായി ലെബനനിലെ ഫലസ്തീൻ ഗ്രൂപ്പുകൾ അവരുടെ കാര്യങ്ങൾ സ്വയം നിയന്ത്രിച്ചാണ് മുൻപോട്ട് പോകുന്നത്. അതിനൊരു തടയിടുക എന്നതാണ് നീക്കത്തിൻ്റെ ലക്ഷ്യമെന്നും കരുതുന്നവരുണ്ട്. വിശദമായി നോക്കാം. ഇൻഡെപ്തിലേക്ക് സ്വാഗതം. 1969 കരാർ പ്രകാരം 1948 67 കുടിയിറക്കപ്പെട്ട ഫലസ്തീനുകൾക്കായി സ്ഥാപിതമായ 12 ഔദ്യോഗിക അഭയാർത്ഥി ക്യാമ്പുകളിൽ ഫലസ്തീൻ ഗ്രൂപ്പുകൾക്ക് സ്വയംഭരണ അവകാശമുണ്ടായിരുന്നു. എന്നാൽ ആ ദിവസങ്ങൾ അവസാനിക്കുകയാണ്. ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ ദൗർബല്യം മുതലെടുത്ത് അന്താരാഷ്ട്ര നീതിന്യായ കോടതി മുൻ ജഡ്ജി നവാഫ് സലാമിന്റെ നേതൃത്വത്തിലുള്ള പുതിയ ലെബനൻ സർക്കാർ എല്ലാ സർക്കാർ ഇതര ആയുധധാരികളെയും നിരായുധീകരിക്കാൻ ശ്രമിക്കുകയാണ്. ഫലസ്തീൻ അഭയാർത്ഥികൾക്കും ഭരണകൂടത്തിനും ഇടയിൽ മധ്യസ്ഥരായി പ്രവർത്തിക്കുന്ന ലെബനീസ് ഫലസ്തീൻ കമ്മിറ്റി മെയ് 23 ഒരു യോഗം വിളിച്ചു ചേർത്തിരുന്നു. നവാഫ് സലാം പങ്കെടുത്ത ഈ യോഗത്തിൽ സമയക്രമം അനുസരിച്ച് നിരായുധീകരണത്തിനുള്ള ചട്ടക്കൂട് നിശ്ചയിച്ചിരുന്നു. ലെബനനിൽ വളരെ കാലമായി പാർശ്വവൽക്കരിക്കപ്പെട്ട ഫലസ്തീൻ അഭയാർത്ഥികളുടെ സാമ്പത്തികവും സാമൂഹികവും ആയ അവകാശങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന ആഹ്വാനവും യോഗത്തിൽ ഉണ്ടായിരുന്നു. ബുധനാഴ്ച ഫലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് ലെബനനിലെത്തി ഈ നീക്കത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ലെബനനിലെ 12 ഫലസ്തീൻ അഭയാർത്ഥി ക്യാമ്പുകളിലായി ഏകദേശം 2 ലക്ഷം ആളുകൾ താമസിക്കുന്നുണ്ടെന്നാണ് യുനർവ കണക്കാക്കുന്നത്. ഏകദേശം 5 ലക്ഷത്തോളം പേരുണ്ട് എന്നാണ് മറ്റൊരു കണക്ക്. ക്യാമ്പുകൾ ലെബനൻ സർക്കാരിന്റെ നിയന്ത്രണത്തിന് പുറത്താണ്. 1969 കെയ്റോ ഉടമ്പടി മുതൽ ക്യാമ്പുകളുടെ മേലുള്ള അധികാര പരിധി ലെബനൻ സുരക്ഷാ സേനയ്ക്കല്ല, ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനിലാണ്. ജോസഫ് ഔനും മഹ്മൂദ് അബ്ബാസും തമ്മിലുള്ള ഒരു കരാറിനെ തുടർന്നാണ് നിരായുധീകരണ നീക്കം ഉണ്ടായത് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ 2005 ശേഷം തിരഞ്ഞെടുപ്പിനെ നേരിടാത്ത മഹ്മൂദ് അബ്ബാസിന് എല്ലാ ഫലസ്തീൻ ഗ്രൂപ്പുകളെയും നിരായുധീകരിക്കാനുള്ള അധികാരം ഉണ്ടോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഹമാസ് ഉദ്യോഗസ്ഥൻ അലി ബറാക്കി പറഞ്ഞത് ലെബനന്റെ പരമാധികാരത്തെ ബഹുമാനിക്കുന്നുവെങ്കിലും ലെബനനിലെ 2,70,000 ഫലസ്തീനുകൾക്ക് പൗര അവകാശങ്ങളും മനുഷ്യാവകാശങ്ങളും ഉറപ്പാക്കണമെന്നാണ്. യുനർവയുടെ കണക്കനുസരിച്ച് ലെബനനിലെ ഫലസ്തീനുകൾക്ക് പല മേഖലകളിലും ജോലി ചെയ്യാനോ സ്വത്ത് വാങ്ങാനോ പൊതുസേവനങ്ങൾ ഉപയോഗിക്കാനോ അവകാശമില്ല. അബ്ബാസും ഔനും തമ്മിലുള്ള ചർച്ചകൾ ഫലസ്തീൻ ഗ്രൂപ്പുകളുടെ നിരായുധീകരണത്തേക്കാൾ കൂടുതൽ മുന്നോട്ട് പോകണമെന്ന് പ്രതീക്ഷിക്കുന്നതായും അലി ബറാക്കി പ്രതികരിച്ചിരുന്നു. അതേസമയം ലെബനനിലെ ഫലസ്തീൻ ക്യാമ്പുകളിൽ അബ്ബാസിന്റെ ജനപ്രീതി കുറഞ്ഞിട്ടുണ്ട്. ഫത്തഹ് ഒഴികെ ആരും അബ്ബാസിനെ തങ്ങളുടെ പ്രസിഡന്റായി അംഗീകരിക്കുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ആയുധങ്ങൾ ഉപേക്ഷിക്കാൻ ഫലസ്തീനികൾ നിർബന്ധിതരാണെങ്കിൽ അത് ഇസ്രായേലികളുടെ വിജയമായി വ്യാഖ്യാനിക്കപ്പെടാമെന്ന് US ആസ്ഥാനമായുള്ള തിങ്ക് ടാങ്ക് അറ്റ്ലാന്റിക് കൗൺസിൽ അംഗം അഭിപ്രായപ്പെടുന്നുണ്ട്. അതേസമയം ലെബനൻ ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് എന്നാണ് മെയ് 23 നടന്ന യോഗത്തിൽ പ്രധാനമന്ത്രി നവാഫ് സലാം പ്രഖ്യാപിച്ചത്. അതിർത്തിക്കുള്ളിൽ സമാധാനം തിരികെ കൊണ്ടുവരാനുള്ള ശ്രമമാണെന്നാണ് വിശദീകരണം.